അതായത് എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഉത്തരവാദിത്ത ബോധമല്ല. അപ്പൊ ഈ ഉത്തരവാദിത്ത ബോധം എന്ന് തുടങ്ങണം? ചെറുപ്പം തൊട്ട് തന്നെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ നൽകി ആ ഒരു സമ്പാദ്യശീലം. ഇപ്പൊ ഇന്ന് മെനിയാന്നായിട്ട് ഞാൻ ഒരു പെൺകുട്ടിയുടെ ഇത് വാട്സപ്പിൽ ഞാൻ കണ്ടു. അവളുടെ ഉപ്പ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ആ കുട്ടി എല്ലാ ദിവസവും ഉപ്പയുടെ അടുത്ത് നിന്ന് 20 രൂപ കളക്ട് ചെയ്തു. അങ്ങനെ ഏകദേശം 2 ലക്ഷം രൂപ ആ കുട്ടി കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ഉപ്പയുടെ കടം വീട്ടാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി സ്റ്റോക്ക് ചെയ്തു. അതൊരു വലിയ കാഴ്ചപ്പാടാണ്. ഇങ്ങനെയുള്ള പോസിറ്റീവ് ട്രേറ്റ്സ് നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കൈമാറേണ്ട ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കില്ലേ? കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാവില്ല. അതുകൊണ്ട് ഇത്തരം ഡിസ്കഷൻസ്, ഇത്തരം ചർച്ചകൾ, ഗുണപരമായ പോസിറ്റീവായ ചർച്ചകൾ, ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങൾ, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരവസ്ഥ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വേണം. ആ വീടിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾ ആ രൂപത്തിൽ വളരുക.